ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ കടുത്ത മഴയാണ്. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ തുള്ളിക്കുരുകുടം, പേമാരി എന്ന് പറഞ്ഞ കോരിച്ചൊരിയുന്ന മഴ പെയ്യുകയാണ്. മിക്കവാറും എല്ലാ ജില്ലകളിലും മഴയുണ്ട്. മിക്കവാറും എല്ലാ പ്രദേശങ്ങളും മഴയിൽ കുതിർന്ന് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ജാഗ്രത പാലിക്കണം. മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ, ഹൈ റേഞ്ചസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവർ, യാത്രക്കാർ ഒക്കെ ശ്രദ്ധിക്കണം. കാര്യം തോരാ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദുരന്ത പെയ്ത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴയും കാറ്റും അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ മഴക്കെടുതിയിൽ നിന്ന് 3 പേർ മരിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. എറണാകുളത്തും ഇടുക്കിയിലും തൃശ്ശൂരും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണിപ്പോൾ. വിവിധ ജില്ലകളിൽ നിന്ന് മഴക്കെടുതിയുടെ വിവരങ്ങളും മുന്നറിയിപ്പുകളുമായി നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, അതുപോലെ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ, മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ, പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക് നമ്മൾ പോകുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെ മുതൽ അടുത്ത 3 ദിവസവും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്ന് അറിയിപ്പുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുത് എന്ന് പറയുന്നു. നമ്മുടെ പൊതുവെയുള്ള കാലാവസ്ഥയുടെ റിപ്പോർട്ടുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അതേസമയം എല്ലാവർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മൈ ഡിയർ ഗായ്സ്, പറയൂ അലക്സ് റാം മുഹമ്മദ്, എന്താണ് പൊതുവെയുള്ള ഒരു വിവരം? തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ഈ 3 ജില്ലകളിലൊക്കെ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പറയൂ. ഗുഡ് ഈവനിങ്. എസ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയും കാറ്റും ഇന്ന് തുടരാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലാകട്ടെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ അടുത്ത ബുധനാഴ്ച വരെ തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ വെൽ മാർക്ക്ഡ് ഡിപ്രഷനായി അത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് ഈ തീവ്ര ന്യൂനമർദ്ദമുള്ളത്. ഇതിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രഭാവത്താൽ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്തെ കാലവർഷക്കാറ്റ്, വടക്കൻ കാറ്റും ശക്തി ആർജിച്ചിട്ടുണ്ട് ഇതുമൂലം. അതാണ് സംസ്ഥാനത്ത് കാലവർഷം ഇങ്ങനെ സജീവമായി നിൽക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നെന്താണെങ്കിലും രാത്രി വൈകിയും സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഴ കനത്തു തന്നെ പെയ്യാൻ അല്ലെങ്കിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 14 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രത ആ മേഖലകളിൽ തുടരണം. പലയിടങ്ങളിലും വെള്ളക്കെട്ടും അതുപോലെ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ പലയിടങ്ങളിലുമുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത, അത് മലയോര ജില്ലകൾ കൂടിയുണ്ട് ആ പ്രദേശങ്ങളിൽ. അതിനാൽ കർശന ജാഗ്രത തുടരണം. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട്. ഈ തീവ്രമായ മഴ അല്ലെങ്കിൽ അതിതീവ്ര മഴ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയ്ക്കും, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 11 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴയ്ക്കും, അതുപോലെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച ജില്ലകളിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴയ്ക്കുമാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയാകട്ടെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതായത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും നാളെയും മഴ തുടരും. തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് വടക്കൻ കേരളത്തിലേക്കായി ആ മഴ അങ്ങനെ മാറും എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായി തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മലയോര മേഖലയിലുമൊക്കെ അതിശക്തമായ കാറ്റ് വീശിയിരുന്നു. ആ കാറ്റിപ്പോൾ വടക്കൻ കേരളത്തിലും അതുപോലെ മധ്യ കേരളത്തിലും മലയോര മേഖലയിലുമൊക്കെ അതിശക്തമായ കാറ്റ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഈ അതിശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങൾ ആ മേഖലയിൽ
കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കർശനമായ ജാഗ്രത ആ മേഖലയിൽ തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതിനിയും ആ കാറ്റ് ശക്തമായി തന്നെ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലോ ചില അവസരങ്ങളിൽ അത് 70 കിലോമീറ്റർ വരെ വേഗതയിലോ ആ കാറ്റ് വീശാൻ പലയിടങ്ങളിലും, അതായത് കരഭാഗത്ത് വീശാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതാണ് ഈ മിന്നൽ ചുഴലി അടക്കം പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതും അപകടങ്ങൾ സൃഷ്ടിച്ചതും. അതിനാൽ കർശന ജാഗ്രത തുടരണം. തീരമേഖലയിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും അത് 70 കിലോമീറ്ററിന് മുകളിൽ വരെ വേഗതയിലെ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത നിലനിൽക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് തീരമേഖലയിൽ പൊതുവെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം. മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ഇപ്പോൾ വയനാട്ടിൽ അതിശക്തമായ കാറ്റടിക്കുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ഇടുക്കിയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. മൂന്നാറിൽ വഴിയോര കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 4 കടകൾ തകർന്നുപോയി എന്ന് വാർത്ത വരുന്നുണ്ട്. അതുപോലെ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രി യാത്ര പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ നിരോധിച്ചു. ഉടുമ്പൻചോലയിൽ മരം ഒടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചുവെന്നും വാർത്ത വരുന്നു. ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ രാഹുൽ വിജയൻ സംസാരിക്കുന്നു. രാഹുൽ, ഇപ്പോഴും ഇടുക്കിയിൽ നല്ല മഴ പെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഗ്യാപ്പ് റോഡിൽ ഈ മണ്ണിടിച്ചിൽ ശല്യമുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? അല്പസമയം മുമ്പ് വരെ ഇടുക്കിയിൽ അതിശക്തമായ മഴയായിരുന്നു. അത് പരക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട്. അത് പരക്കെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ശമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജാഗ്രത അത് കൃത്യമായി തന്നെ പാലിക്കണമെന്നുള്ള ആ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം, രാത്രികാല ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോയിട്ടുള്ളത്. മാത്രമല്ല നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ മേഖലയിൽ ഇന്ന് പലതവണ മരം കടപുഴകി വീഴുകയും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഒരുപാട് നേരം വാഹനങ്ങൾ നിരനിരയായി ക്യൂ ആയി ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. കടന്നു പോകാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോഴെന്തായാലും ഭാഗികമായി ഗതാഗതങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റ് അത് ഇടുക്കിയിൽ വലിയ തരത്തിലുള്ള ഒരു സങ്കടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് കൂടി എത്തുന്ന ഒരു സ്ഥിതി ഇന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉടുമ്പൻചോലയിൽ ഒരു തോട്ടം തൊഴിലാളി സ്ത്രീ മരം ഒടിഞ്ഞു വീണ് മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. തേനി തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതിയാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തോട്ടം മേഖലയിലെ ജോലികൾക്കും ജില്ലാ ഭരണകൂടം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലർട്ട് ഉള്ള ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ഈ തോട്ടം മേഖലകളിലെ ജോലികൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകണമെന്നുള്ള അറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയത്. അത് കർശനമായി പാലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചില ആളുകൾ ചില നിബന്ധനകൾ, ചില മുന്നറിയിപ്പുകൾ പാലിക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് പനംകുട്ടിയിൽ ഈ കല്ലാർകുട്ടി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് പനംകുട്ടി ചപ്പാത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. അതുവഴി ഇരുചക്ര വാഹനത്തിൽ കടക്കാൻ ശ്രമിച്ചൊരു യുവാവ് അപകടത്തിൽപ്പെടുന്ന ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആ ഇരുചക്ര വാഹനം ഉപേക്ഷിച്ച് ആ ആൾക്ക് ആ വെള്ളം താണ്ടി മറുകരയിലേക്ക് പോകേണ്ടി വന്നു. ആ വാഹനം അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. പിന്നീട് ആ വെള്ളം കുറഞ്ഞതിന് ശേഷം ആ വാഹനം എടുത്തു മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വെള്ളിയാമറ്റത്ത് മലവെള്ളപ്പാച്ചിലിൽ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു. ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. സമാനമായ രീതിയിൽ പല അശ്രദ്ധ മൂലമുണ്ടാകുന്ന ചില അപകടങ്ങൾ അതിന്ന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായും ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്നു. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ രാത്രിയിൽ മഴ പെയ്താൽ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർ ഇതിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടതാണ്. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്ക്. മഴക്കെടുതിയിൽ ഇന്ന് 2 പേരാണ് മരിച്ചത്. കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് പെരുവ സ്വദേശി ചന്ദ്രൻ മരിച്ചു. ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഒരു ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കണ്ണൂരിൽ മഴ വ്യാപകമായ നാശനഷ്ടം വിതച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ഇപ്പോഴും മഴ കണ്ണൂരിൽ കനത്ത് തന്നെ നിൽക്കുകയാണോ അതോ മഴയ്ക്ക് നേരിയ ശമനമുണ്ടോ? എവിടെയൊക്കെയാണ് ഈ നാശം വിതച്ചത്? ഇപ്പോൾ നഗരപ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ ശക്തമായി തന്നെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലൊക്കെ ശക്തമായ മഴ ഇന്ന് പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നാശനഷ്ടവും മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിലാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടമുണ്ടായത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഈ മഴക്കെടുതിയുടെ ഭാഗമായി 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു എന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. അതിൽ രാവിലെ വന്ന വാർത്ത കണ്ണവത്ത് അവിടെ വീടിന് മുകളിൽ ശക്തമായ കാറ്റിൽ മരം വീണ് ഒരു വയോധികൻ മരിച്ചു. ചെമ്പുക്കാവ് സ്വദേശിയായിട്ടുള്ള ചന്ദ്രനാണ്
മരിച്ചത്. രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. അങ്ങനെയാണ് ആ അപകടം ഉണ്ടായത്. അതോടൊപ്പം ഇന്ന് വൈകിട്ട് കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്താണ് ഒരു ഫൈബർ ബോട്ട്, മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിലിടിച്ച് അപകടമുണ്ടായത്. ആ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി തമിഴ്നാട് പുന്തുത്തറ സ്വദേശിയായിട്ടുള്ള ആന്റണിയാണ് മരിച്ചത്. അവർ ഈ കടലിലേക്ക് അകപ്പെടുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാർ 3 പേരെ, ആ ബോട്ടിലുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. ആ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് 3 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. 2 പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. സെൽവ ആന്റണി, ലേല അടിമൈ എന്നീ തമിഴ്നാട് സ്വദേശികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ ഇപ്പോഴും പയ്യന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ അഴിമുഖത്ത് തന്നെ അതായത് പാലക്കോട് അഴിമുഖത്ത് മറ്റൊരു അപകടം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോയ ചെറു തോണി മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. ആ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പുഞ്ചക്കാട് സ്വദേശിയായിട്ടുള്ള അബ്രഹാമിനെയാണ് കാണാതായത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റിലാണ് ആ തോണിയും ഇത്തരം നിയന്ത്രണം വിട്ട് ചെറുതോണി കടലിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം പലയിടങ്ങളിലായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാങ്ങാട്ടുപറമ്പ് KAP ക്യാമ്പിൽ, പോലീസിൻ്റെ ക്യാമ്പിലാണ് അവിടെ വ്യാപകമായി മരങ്ങൾ വീണും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഉളിക്കൽ വയത്തൂരിൽ വീശിയ കാറ്റിൽ അവിടെയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകളൊക്കെ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇരിട്ടി ബാവലിപ്പുഴ കരകവിഞ്ഞ് അവിടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിൽ പേരാവൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പൊതുവെ നൽകുന്ന നിർദ്ദേശം. അരുൺ ബോപ്പർമയാണ് വിവരങ്ങൾ നൽകിയത്. വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നുണ്ട്, ഇന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമോ? ഞാൻ എങ്ങനെ പറയും എൻ്റെ വിനീത് നാരായണൻകുട്ടി? തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചൊവ്വന്നൂരിൽ പന വീണ് വീട് ഭാഗികമായി തകർന്നുപോയി. PG ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ കൂടുതൽ ഉയർത്തുമെന്നാണ് സൂചന. ജലനിരപ്പ് ഉയരുന്നു എന്നാണ് വിവരം. റാഫി കരീം ചേരുന്നു. റാഫി, എന്താണ് ഇപ്പോൾ PG എന്നുള്ള വിവരം? ഷട്ടർ എപ്പോഴും ഉയർത്തും? അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നല്ല മഴയായിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? പൊതുവേ ഈ മഴക്കെടുതികളുടെ വാർത്ത കൂടുതൽ വരുന്നുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ മഴക്കെടുതികളുടെ വാർത്ത കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ്. ശക്തമായ മഴയായിരുന്നു തൃശ്ശൂരിൽ രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. അല്പസമയം മുൻപ് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. എന്നാൽ മലയോര മേഖലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ കാറ്റും മഴയും ഒരുമിച്ചെത്തിയതോടുകൂടിയാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് മാത്രം 9 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് മഴക്കെടുതിയിൽ. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യമുണ്ടായി. റോഡുകളിലേക്ക് മരം കടപുഴകി വീണ് പല സ്ഥലത്തും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായി. മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഈ മേഖലയിലേക്കുള്ള ഗതാഗത നിയന്ത്രണം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലും കിണറിടിഞ്ഞു താഴ്ന്നൊരു പ്രതിസന്ധി ഉണ്ടായി. ഒപ്പം പല മേഖലയിലും കാറ്റ് ശക്തമായതോടെ കൃഷിനാശവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലാണ് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്. രാവിലെ 7:30 കൂടിയാണ് ഇരിങ്ങാലക്കുടയിൽ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്. ഈ മിന്നൽ ചുഴലിയിൽ ഏകദേശം 3 വീടുകൾക്ക് വ്യാപകമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട്. ഒപ്പം ഡാമുകളിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2ാമത്തെ സൂയിസ് വാൽവും തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ PG അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ കൂടുതൽ ഉയർത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും അധികൃതരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നാളെ റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയാണ് വരും മണിക്കൂറുകളിൽ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നതും. താങ്ക് യു റാഫി കരീം. ഈ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല ശക്തിയായ കാറ്റും അടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ കാറ്റിൽ ഒരു DCC പ്രസിഡന്റ് സ്ഥാനം തെറിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചു എന്ന വാർത്ത ഈ മഴ വാർത്തകൾക്കിടയിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. KPCC നേതൃത്വം ആവശ്യപ്പെട്ടതാണ് ഈ രാജി വെച്ചില്ലെങ്കിൽ നടപടി സ്വീകരിച്ച് പുറത്താക്കുമെന്ന രീതിയിലുള്ള ഭീഷണി വന്നപ്പോഴാണ് പാലോട് രവി മറ്റു മാർഗമില്ലാതെ രാജി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് സമർപ്പിച്ചത്. എന്തായാലും രാജി
അവർ ഐശ്വര്യപൂർവ്വം അങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച് വിവാദ നായകനായി മാറിയ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ നടപടിയെന്നും നേതൃത്വം. സലീം ബാലിക്ക തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സലീം, ഓർക്കാപ്പുറത്ത് നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഒരു DCC പ്രസിഡന്റ് ഒരു പുറത്തേക്ക് പോകലിന് വഴിതെളിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടപടലം കോൺഗ്രസ് വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാർട്ടി ഘടകങ്ങളെയും അനുയായികളെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊന്നും വിലപ്പോയില്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഷ്ട്രീയ നാടകം അവിടെ കൊണ്ട് അവസാനിക്കുന്നോ? SKN, ഈ പാലോട് രവിയുടെ ഈ പരാമർശം അത് കോൺഗ്രസ് വളരെ ഗൗരവത്തിൽ കണ്ടു എന്നുള്ളതാണ്. ഒരു ന്യായീകരണങ്ങളും കോൺഗ്രസ് നേതൃത്വം ചെവിക്കൊണ്ടതുമില്ല. കാരണം ഗുരുതരമായ ഒരു പരാമർശമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു പരാമർശമാണ് അത്രയും സീനിയറായ ഒരു നേതാവിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് KPCC നേതൃത്വം വിലയിരുത്തിയത്. ഇത് വിവാദമായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുകയായിരുന്നു KPCC നേതൃത്വം. അതിന് വല്ലാത്ത വേഗവും മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഒരു വേഗവും ഈ നടപടിക്കും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശബ്ദ സന്ദേശം മുഴുവൻ കേട്ടതിന് ശേഷവും അതിൽ ഗൗരവതരമായ ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളതായിരുന്നു KPCCയുടെ വിലയിരുത്തൽ. അതിനുശേഷം പാലോട് രവിയിൽ നിന്നും വിശദീകരണം തേടി. വിശദീകരണം ഈ പ്രവർത്തകരും ആയുള്ള പ്രശ്നങ്ങൾ, പ്രാദേശിക തലത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി താൻ പറഞ്ഞതാണ്. ആ വോയിസ് മുഴുവനായി കേട്ടാൽ അത് മനസ്സിലാകും എന്നുള്ളതായിരുന്നു പാലോട് രവിയുടെ വിശദീകരണം. ആ വിശദീകരണം KPCC അധ്യക്ഷൻ ചെവിക്കൊണ്ടില്ല. അതിനുശേഷം രാജി തന്നെ വേണം എന്നുള്ളൊരു നിലപാട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ആ തീരുമാനത്തിലേക്ക് തന്നെ പോകണോ എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയും അവരുടെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിനുശേഷം ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തി. പിന്നാലെ AICCയിൽ വിളിച്ച് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയ ശേഷം രാജി ആവശ്യപ്പെടാനുള്ള അനുമതി വാങ്ങുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ രാജി നൽകണം, ഇങ്ങോട്ട് തന്നെ രാജി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ സംഘടനാതല നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പാലോട് രവി രാജിവെച്ചത്. ഒപ്പം ഈ വോയിസ് പുറത്തുവിട്ട ജലീലിനെ, വാമനപുരം ബ്ലോക്ക് സെക്രട്ടറിയാണ്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. പുതിയ DCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ താൽക്കാലിക ചുമതലയാകും ഉണ്ടാവുക. അത് ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. 30-ാം തീയതി, 29, 30 തീയതികളിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുവനന്തപുരത്തുണ്ടാകും. സലീം അലിക്ക് യഥാർത്ഥത്തിൽ ബ്ലോക്ക് സെക്രട്ടറിയുമായിട്ട് ഈ പാലോട് രവി നടത്തിയെന്ന് പറയുന്ന സംഭാഷണത്തിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്? കാര്യം KPCC ഇത്ര ചൊടിപ്പിക്കത്തക്ക കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഈ മഴയ്ക്കിടയിൽ ഞാൻ അതുകൊണ്ടൊന്ന് ചോദിക്കുക. SKN, പാലോട് രവി പറഞ്ഞതിൽ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഒരു DCC അധ്യക്ഷന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ പ്രാദേശിക തലത്തിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ തർക്കമുണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് ഉറപ്പായും തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി 3-ാം സ്ഥാനത്തേക്ക് പോകും. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലെയും ഈ പഞ്ചായത്തുകൾ എടുത്തെടുത്താണ് പാലോട് രവി പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഭരണമുള്ള പഞ്ചായത്തുകൾ പോലും കോൺഗ്രസിന് നഷ്ടപ്പെടും. കോൺഗ്രസിന്റെ വലിയ വിഭാഗം അണികൾ BJPയിലേക്ക് പോകും. CPIMലേക്ക് മുസ്ലിം കോൺഗ്രസിന്റെ മുസ്ലിം വിഭാഗത്തിലുള്ള നിന്നുള്ള അനുഭാവികളും അണികളും CPIMലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും എന്നുള്ളതുൾപ്പെടെയുള്ള ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അത് വലിയ ഗൗരവത്തോടുകൂടി KPCCയെ കാണാൻ പ്രേരിപ്പിച്ചതും 60 മണ്ഡലങ്ങളിൽ BJP വലിയ പ്രചരണം. നമുക്ക് വേണമെങ്കിൽ ആ വിവാദ സംഭാഷണം, ആ ടെലിഫോൺ സംഭാഷണം ഉണ്ടല്ലോ, സൂപ്പർ ഡയലോഗ്, അത് വേണേൽ ഒന്നുകൂടെ കേൾക്കാം. പറ്റെടുത്താലേ നമ്മൾ 3-ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കും. ഈ ഒരു രാഷ്ട്രീയ പ്രവചനമാണ് പാലോട് രവിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബ്ലോക്ക് സെക്രട്ടറിയും കൂടി നടത്തിയത്. സലീം അലിക്ക് തുടരുകയാണ്. സലീം, ശരിക്കും ഈ KPCC എനിക്ക് തോന്നുന്നു ഇതിൽ പ്രകോപനം കൊണ്ടു. കാരണം അവർ 3-ാം സ്ഥാനത്ത് പോകും, പിണറായി സർക്കാർ 3-ാം ഊഴം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇന്ദിരാഭവനിലിരുന്ന് ശ്വാസം മുട്ടുമല്ലോ. അപ്പോൾ അവരെന്തായാലും രാജി ആവശ്യപ്പെട്ടു, രാജി സ്വീകരിച്ചു. അപ്പോൾ ഇനി എന്ത്?
SKN ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതിനു ശേഷം പാലോട് രവിയിൽ നിന്നും KPCC വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണത്തിൽ തൃപ്തിയാവാത്തതിന്റെ കാരണം പാലോട് രവി പറഞ്ഞത് സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ പ്രാദേശിക പ്രവർത്തകരുമായുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താനാണ് താൻ ആ നിലയിൽ സംസാരിച്ചത് എന്നുള്ളതാണ്. KPCC പക്ഷേ ആ വിഷയത്തെ മറ്റൊരു തരത്തിലാണ് കണ്ടത്. പ്രാദേശികമായി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും DCC അധ്യക്ഷൻ എന്ന നിലയിൽ ഇത്രയും കാലം തുടർന്നിട്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ഇടപെടൽ നടത്തി എന്നുള്ളതായിരുന്നു പാലോട് രവിയോട് KPCC അധ്യക്ഷൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ പാർട്ടി അറിയിക്കുകയായിരുന്നു വേണ്ടത്. പാർട്ടി ഇടപെടൽ നടത്തുകയും അവിടെ DCC അധ്യക്ഷൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്ത് പോയി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല പാലോട് രവിക്ക് നേരത്തെ ഒരു അവസരം പാർട്ടി നൽകിയതാണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇതിനു മുൻപ് പാലോട് രവി ഒരിക്കൽ രാജിവെച്ചത്. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ അന്നുണ്ടായ കാരണം സ്വന്തം പഞ്ചായത്തിൽ നിന്നും കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് CPIM-ൽ ചേരുകയായിരുന്നു. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാലോട് രവി രാജിവെച്ചിരുന്നെങ്കിലും അന്ന് KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ രാജി സ്വീകരിച്ചിരുന്നില്ല. KC വേണുഗോപാൽ MPയും രാജി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനു മുൻപും പാലോട് രവി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തിയത്. പ്രത്യേകിച്ചും പൊതുവേദിയിൽ ദേശീയഗാനം പാടിയപ്പോൾ തെറ്റിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയും പാലോട് രവിക്ക് ഒരു അവസരം കൂടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം ആ നിലയിലാണ് നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്തത്. കാരണം ഇനിയൊരു അവസരം കൂടി നൽകുകയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ 75 സെന്റിമീറ്ററായിട്ട് ഉയർത്തും എന്നാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതുകൊണ്ട് ഈ ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് നാളെ രാവിലെ 8 മണിക്ക് സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്ററായി ഉയർത്തുമെന്നാണ്. 61 ക്യുമെക്സ് വെള്ളം ഒഴുകിവിടുമെന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നത്. ഇരു കരകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ ഈ കനത്ത മഴ മൂലം ഒരുപാട് നാശനഷ്ടം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്കും കൂടെ നമ്മൾ കടന്നിയിലും ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. അപ്പോൾ നമുക്ക് മറ്റുള്ള ചില വാർത്തകളിലേക്ക്. കാസർഗോട്ടേക്കാണ് ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നുപോയി. കൊന്നക്കാട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സിന് മുകളിലേക്ക് മരം വീണ് 5 പേർക്ക് പരിക്കേറ്റുവെന്നും ഒരു വാർത്ത. തീരമേഖലയിൽ കടൽ കയറ്റം രൂക്ഷമാകുന്നുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുന്നു. അരുൺ, കാസർഗോട്ടെ പൊതുവെയുള്ള സ്ഥിതി എങ്ങനെയാണിപ്പോൾ? ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ശക്തമായ മഴയും കാറ്റും കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു. തീരദേശ മേഖലകളിൽ ശക്തമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കാര്യമായി മഴ പെയ്തിട്ടില്ല, കാറ്റുമില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ വന്ന വിവരങ്ങൾ ഈ ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണു എന്നതാണ്. തൈര സ്വദേശി രാമൻ്റെ വീടിന് മുകളിലാണ്. ഓടിട്ട വീടായിരുന്നു. വലിയൊരു ഉപ്പല മരമാണ് ആ വീട്ടിലേക്ക് വീണത്. വീട്ടിൽ ആ സമയത്ത് 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല. കാസർഗോഡ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനാണ് മുകളിലാണ് ഒരു മരം വീണത്. അത് കൊന്നക്കാട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന ബസ്സായിരുന്നു, സ്വകാര്യ ബസ്സായിരുന്നു. ആ അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പരപ്പയിലെയും വെള്ളരിക്കുണ്ടിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. കരിന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും പെരിയങ്ങാനത്തെ കുറുവാട്ട് ബാലൻ്റെ വീടിന് മുകളിലേക്ക് മരം വീണു. വീട് ഭാഗ്യമായി തകർന്നു എന്ന് പറയുന്നുണ്ട്. ഏറാൻചിറ്റയിലെ മാധവിയുടെ വീടാണ് മറ്റൊന്ന് തകർന്നത്. ശക്തമായ കാറ്റിലാണ് മരം പൊട്ടി വീണ് മാധവിയുടെ വീട്ടിലേക്ക് വീണത്. മാധവിയും 4 കുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ തലയിൽ മേൽക്കൂര അടർന്നു വീണ് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ശക്തമായ മഴയും കാറ്റും കാസർഗോഡ് ജില്ലയിൽ ഉച്ചവരെ ഉണ്ടായിരുന്നു. 50 കിലോമീറ്ററിനും 60 കിലോമീറ്ററിനും ഇടയിലായിരുന്നു കാറ്റിന്റെ വേഗത ഉണ്ടായിരുന്നത്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറയ്ക്കൽ. മഴ തുടരുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുന്നു. ചിലയിടങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റടിക്കുന്നുവെന്നും ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. തവിഞ്ഞാൽ തലപ്പുഴ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. ഇന്ന് വൈകുന്നേരമാണ് പുഴയിൽ കുത്തൊഴുക്ക് ഉണ്ടായത്. നീരൊഴുക്ക് കൂടിയതിനാൽ പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിലെ ഷട്ടർ 75 സെന്റിമീറ്ററായി ഉയർത്തുമെന്ന റിപ്പോർട്ട്. നാളെ രാവിലെ 8 മണിക്കാണ് ഷട്ടർ ഉയർത്തി വെക്കുക. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി 9ാം ബ്ലോക്കിൽ നിന്നും കുടുംബാംഗങ്ങളെ പിലാക്കാവ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. സുർജിത്ത് അയ്യപ്പത്തെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ഈ വയനാട്ടിൽ പൊതുവേ ഈ മഴയുടെ വിനാശം കുറച്ച് കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് തലപ്പുഴ ഒഴുകുന്നത്. തലപ്പുഴ ഈ മക്കിമല പ്രദേശത്ത് കാടിനുള്ളിൽ മലയിടിച്ചിലുണ്ടായി എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ തെളിനീരായി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന പുഴയാണ് തലപ്പുഴ എന്ന് പറയുന്നത്. അത് വൈകിട്ടോടുകൂടി അതിന്റെ രൂപം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. കാരണം കനത്ത രീതിയിൽ കുത്തി ഒഴുകുകയാണ്, മാത്രമല്ല കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരങ്ങളടക്കം കടപുഴകി എത്തുന്ന ഒരു സ്ഥിതി കൂടി കാണുന്നുണ്ട് പുഴയിൽ. വാർഡ് മെമ്പർമാർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. അവർ ഈ കീഴ്ത്തടങ്ങളിലുള്ള ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഴയുടെ തീരത്തുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കം രംഗത്ത് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. മക്കിമലയ്ക്ക് അകത്ത് ഉൾക്കാട്ടിൽ ഈ മലയിടിച്ചിലുണ്ടായി എന്നുള്ള സംശയമാണ് ആളുകളെല്ലാം പ്രകടിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന്. വൈകിട്ട് മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിൽ മഴ പെയ്ത്തുണ്ട്. പൊയിൽ, കാപ്പിക്കളം, അതോടൊപ്പം തന്നെ ചുങ്കം, കമ്പിപ്പാലം, എസ് വളവ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ പുഴ കയറുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും വലിയ കാറ്റും പല മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ശക്തമായ രീതിയിലുള്ള ഒരു കാറ്റാണ് പല മേഖലയിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം പലയിടങ്ങളിലും ഈ മരം കടപുഴകി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. തൃശ്ശിലേരിയിലും തലപ്പുഴയിലും അടക്കം ഇങ്ങനെ മരം കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പനവല്ലിപ്പുഴയിൽ കുത്തൊഴുക്കിൽ ഒരു ആനക്കുട്ടിയുടെ ജഡം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ആനകൾ പുഴ മുറിച്ചു കടക്കുമ്പോൾ ഒരുപക്ഷെ കുത്തൊഴുക്കിൽ പെട്ട് ചെരിഞ്ഞതാകാം എന്നുള്ളതാണ് കരുതുന്നത്. തിരുനെല്ലിയിൽ കാളന്തി നദി കരകവിഞ്ഞ ഒരവസ്ഥയുണ്ട്. അതേ തുടർന്ന് നടുവന്താർ, പനംകുറ്റി ഉന്നതിയിലെ 11 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മാനന്തവാടി പഞ്ചാരക്കൊല്ലി 9ാം ബ്ലോക്കിലെ കുടുംബാംഗങ്ങളെ കൂടി മാറ്റി പാർപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ബാണാസുര സാഗറിലാണ് പ്രത്യേക അലർട്ട് നൽകിയിട്ടുള്ളത്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ നാളെ രാവിലെ 8 മണിക്ക് സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്ററായി ഉയർത്തും എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ മഴപ്പെയ്ത്ത് പല ഘട്ടങ്ങളിലും തുടരുന്നുണ്ട്. ശക്തമായ കാറ്റുമുണ്ട്. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യബത്ത്. മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് തേക്കുമരം വീടിന് മുകളിലൂടെ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. 25ലേറെ വീടുകൾ ഭാഗികമായി തകർന്നുപോയി. പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷമാണ്. വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN ഇതാ ഇപ്പോഴാണ് മഴയ്ക്ക് അല്പമെങ്കിലും ഒരു ശമനം മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. ഇതുവരെയും തോരാ മഴയും ഒപ്പം തന്നെ ശക്തമായ കാറ്റുമായിരുന്നു. ഈ കാറ്റിലാണ് വലിയ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയ മരങ്ങൾ കടപുഴകി വീടുകളുടെ മുകളിലൂടെ വീണിരിക്കുന്നു. അത് കൊണ്ടോട്ടിയിൽ, വേങ്ങരയിൽ, അരീക്കോട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീടുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. അവിടെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മാത്രമാണ്. പലരും ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് മരങ്ങൾ വന്ന് വീണത്. ഇന്ന് രാവിലെയും അങ്ങനെ കാറ്റടിച്ചിട്ടുണ്ട്. ഒരു ചുഴലിക്കാറ്റിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഈ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ബന്ധം ആകെ താറുമാറായിരുന്നു. ഇപ്പോൾ കൊണ്ടോട്ടി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ മുഴുവനായും ഇരുട്ടിലാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ KSEB അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ തകൃതിയായി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഒപ്പം മണ്ണിടിച്ചിലിന്റെ ഒരു ഭീതി പല ഭാഗങ്ങളിലുമുണ്ട്. ഈ വീടുകൾ തമ്മിൽ മുകളിലുള്ള വീട്ടിലിന്റെ ഭാഗത്ത് നിന്ന് നേരെ മണ്ണ് താഴത്തേക്ക് വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ ഒരു വികസന സമിതി യോഗം മലപ്പുറത്തുണ്ടായിരുന്നു. ഇതിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടങ്ങൾ 30 സ്കൂൾ കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. അത് തദ്ദേശ സെക്രട്ടറിമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 30 ദിവസത്തിനകം, ഒരു മാസത്തിനകം തന്നെ ഇതിൽ ടെൻഡർ വിളിച്ച് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പലതും വളരെ ഈ മഴ അത്രയും രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലമ്പൂരാണ് ഏറ്റവും കൂടുതൽ ഒരു ജാഗ്രത വേണ്ട ഒരു സ്ഥലം. കാരണം ചാലിയാറൊക്കെ ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നാടുകാണി ചുരത്തിലൂടെ പോകുന്നവരും ഈ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയും കാറ്റും ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെയും സാഹചര്യം. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ഇപ്പോൾ ഒരു വാർത്ത മിഥില ബാലൻ കോഴിക്കോട് നിന്ന് അറിയിക്കുന്നു. അവിടെ കക്കയം ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നാണ് വാർത്ത. 757.50 മീറ്ററിൽ ജലനിരപ്പ് എത്തിയ സാഹചര്യത്തിലാണ് കക്കയം ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ രാഹുൽ വിജയൻ ഒരു വാർത്ത അറിയിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് മണ്ണിടിച്ചിൽ. ഗതാഗതം അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇനി പാലക്കാട്ടേക്ക് അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. 10ാം വളവിന് സമീപമാണ് മരം റോഡിലേക്ക് വീണത്. മണ്ണാർക്കാട്ട് കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ ഈ കുന്തിപ്പുഴയുടെ അവസ്ഥ?
കുന്തിപ്പുഴ മാത്രമല്ല SKN, ഭാരതപ്പുഴ, ഭവാനിപ്പുഴ അടങ്ങുന്ന പാലക്കാട് ജില്ലയിലെ മുഴുവൻ പുഴകളും അതുപോലെ തന്നെ മറ്റു ജലാശയങ്ങളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ജില്ലയിൽ പെയ്യുന്നത്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുൻപ്, അതായത് ഒരു 2 മണിക്കൂർ മുൻപാണ് അട്ടപ്പാടി 10ാം വളവിന് സമീപം, അത് 8ാം വളവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്, 8ാം വളവിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഒരു വലിയ വൻ വൃക്ഷം കടപുഴകി റോഡിലേക്ക്, ചുരത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അത് ഏറെ നേരം ഗതാഗത സ്തംഭനം ഉണ്ടായി. ഒരു ആംബുലൻസ് വളരെ പാടുപെട്ടാണ് കടത്തി വിട്ടത്. ഇത് താഴെ നിന്ന് ഫയർഫോഴ്സ്, മണ്ണാർക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി ആ ശിഖിരങ്ങളൊക്കെ പകുതി മുറിച്ചു മാറ്റി ബൈക്കുകളും ചെറിയ വാഹനങ്ങളും മാത്രം ആദ്യഘട്ടത്തിൽ കടത്തിവിടുകയായിരുന്നു. ഇപ്പോൾ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ചുരത്തിൽ ഇപ്പോഴും വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മേഖലയിലും പോലീസിന്റെ ഒരു സാന്നിധ്യവും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും ശക്തമായ രീതിയിലുള്ള നീരൊഴുക്ക് തുടരുകയാണ്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നെല്ലിയാമ്പതി അടക്കമുള്ള മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യരുത്, രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ പെയ്യുകയാണ്, ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. SKN. താങ്ക് യു ശ്രീജിത്ത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ എടവനക്കാട്, പഴങ്ങാട് മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയെന്ന വാർത്ത വരുന്നുണ്ട്. പൂയംകുട്ടി, മണികണ്ഠൻ ചാൽ, ചപ്പാത്ത് മുങ്ങിപ്പോയി. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇങ്ങനെ കുറേ അധികം വാർത്തകൾ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ശക്തമായി മഴ പെയ്യുകയാണ്. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റും അടിക്കുന്നു എന്നാണ് നമ്മുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എറണാകുളം ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ എടവനക്കാട്, പഴങ്ങാട് മേഖലയിൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. പൂയംകുട്ടി, മണികണ്ഠൻ ചാൽ, ചപ്പാത്ത് മുങ്ങിപ്പോയി. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് ലക്ഷദ്വീപിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന് വാർത്ത. വിഷ്ണു സുരേഷ് എറണാകുളത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. പറയൂ വിഷ്ണു. SKN, എറണാകുളത്ത് ഈ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ നഗരമേഖലയിലും ഗ്രാമമേഖലയിലും മലയോര മേഖലയിലും അതോടൊപ്പം തീരദേശ പ്രദേശത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. നഗരമേഖലയിൽ രാവിലെ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പക്ഷേ വെള്ളക്കെട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. മലയോര മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മണികണ്ഠൻ ചാൽ, ചപ്പാത്തും അതോടൊപ്പം തന്നെ പൂയംകുട്ടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. രാത്രികാല യാത്ര മലയോര മേഖലയിൽ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഏറ്റവും വലിയ ആശങ്ക എറണാകുളത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് തീരദേശ മേഖലയിലാണ്, പ്രത്യേകിച്ച് കണ്ടമാലിയിലും എടവനക്കാട്, പഴങ്ങാട് മേഖലയിൽ ഇപ്പോൾ തന്നെ വീടുകളിലേക്ക് കടലേറ്റത്തെ തുടർന്ന് വെള്ളം കയറുന്നുണ്ട്. കണ്ണമാലി, ചെറിയ കടവ് അതോടൊപ്പം ഷാപ്പുംപടി മേഖലകളിലും വലിയ രീതിയിൽ കടൽ കയറിയിരുന്നു. 12 മണി മുതൽ 2 മണി വരെയാണ് കടലുകയറ്റം ഉണ്ടായിരുന്നത്. ആ കടൽ കയറിയ സമയത്ത് വീടുകളിലൊക്കെ വെള്ളം അടിച്ചു കയറുകയും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 ദിവസവും റെഡ് അലർട്ട് തുടരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം ആളുകൾ ചില ജാഗ്രതകൾ പുലർത്തണമെന്ന്, കർശനമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകൾ കാണുമ്പോൾ അതിലിറങ്ങുന്ന ഒരു പ്രവണത ഇന്ന് ജില്ലയിൽ പലയിടങ്ങളിലും കണ്ടു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ജില്ലയിൽ 2 ദിവസത്തിൽ പെയ്ത മഴയിൽ മഴക്കെടുതിയുടെ ഭാഗമായി ഏകദേശം 19 വീടുകളാണ് നഷ്ടപ്പെട്ടത്. അതീവ ജാഗ്രത പുലർത്തണം. SK. താങ്ക് യു വിഷ്ണു. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് തീരുമാനമായി. അതേസമയം ഗോവിന്ദസ്വാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് പുറമെയാണിത്. ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ജയിലുകളിൽ ആധുനിക ക്യാമറ സംവിധാനങ്ങൾ പരീക്ഷിക്കാനും തീരുമാനമായി. അതേസമയം കണ്ണൂർ ജയിലിൽ നിന്ന് തടവുചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദസ്വാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദസ്വാമിയെ മാറ്റിയത്.
24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാണ് ഗോവിന്ദച്ചാമി കഴിയുക. വാച്ച് ടവറുകളിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലും അതിനു മുകളിൽ 3 മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയും സ്ഥാപിച്ചാണ് അതീവ സുരക്ഷാ ജയിൽ തിരിച്ചിരിക്കുന്നത്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കുറ്റവാളികളാണുള്ളത്. 24 തൃശൂർ. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത നിർഭാഗ്യകരമായ വാർത്തയാണ്. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം ഒരു യുവതി ട്രെയിൻ തട്ടി മരിച്ചു. കോട്ടക്കടവ് വള്ളിക്കുന്ന് സ്വദേശിനി സൂര്യയാണ് മരിച്ചത്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചെന്നൈ മീലാണ് ഇടിച്ചതെന്നാണ് വിവരം. റെയിൽ മുറിച്ച് കടക്കുമ്പോൾ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. മൃതദേഹം ചിന്നിച്ചെതറിപ്പോയി എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഈ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ കേരളത്തിൽ ഇപ്പോൾ MBBSന് പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുകയാണ്. അവർക്ക് നമ്മളൊരു മാർഗം ഒരുക്കുന്നു. താല്പര്യമുള്ള ആളുകൾക്ക് ശ്രമിക്കാം. വിദേശ ഗവൺമെൻറ് അംഗീകൃത മെഡിക്കൽ സർവകലാശാലകളിൽ കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാനാണ് അവസരം. മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്കറിയാം അൽ ഫറാബി യൂണിവേഴ്സിറ്റി. ഇവയുൾപ്പെടെ കസാഖിസ്ഥാനിലെയും റഷ്യയിലെയും ഉസ്ബെക്കിസ്ഥാനിലെയും മികച്ച ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ MBBS പ്രവേശനത്തിന് 24 സ്റ്റഡി അബ്രോഡ് 24ൻ്റെ പുതിയ സ്ഥാപനമാണ്. സ്പോട്ട് അഡ്മിഷൻ ഒരുക്കുന്നു. യൂണിവേഴ്സിറ്റി അധികാരികൾ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ അഡ്മിഷൻ സമയത്ത് ഹാജരുണ്ടാകും. NMC, WHO, FMGE റെഗുലേഷനുകൾക്കനുസൃതമായ ഉന്നത നിലവാരമുള്ള MBBS കേന്ദ്രങ്ങളിലാണ് പഠനം ഉറപ്പുവരുത്തുന്നത്. സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് ഈ കോഴ്സുകളുടെ പ്രവേശനം. ഇതിനുവേണ്ടിയാണ് 3 ദിവസങ്ങൾ സ്പോട്ട് അഡ്മിഷൻ കേരളത്തിൽ നടക്കുന്നത്. എവിടെയൊക്കെയാണ് സ്പോട്ട് അഡ്മിഷൻ? അതാ ഇനി പറയാൻ പോകുന്നത്. ഈ മാസം 29-ാം തീയതി തിരുവനന്തപുരത്ത് ഹോട്ടൽ ഹയാത്ത് റീജൻസിയിലും, ഈ മാസം 31-ന് എറണാകുളം ഹോട്ടൽ റാഡിസൺ ബ്ലൂവിലും, അടുത്ത മാസം 2-ാം തീയതി കോഴിക്കോട് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിലുമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക. രാവിലെ 10:30 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കും. 5 മണി വരെ നീണ്ടു നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ യാത്രകൾക്ക് ഉള്ള എല്ലാ ചെലവും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 85% കാനറ ബാങ്ക് ലോണായി നൽകും. കാനറ ബാങ്ക് പ്രതിനിധികളും ഈ സ്പോട്ട് അഡ്മിഷൻ സമയത്ത് ഉണ്ടാകും. അതുപോലെ ലുലുവിൻ്റെ ഫോറക്സ് വിഭാഗം, ഫോറക്സ് ലുലു, അവരാണ് നിങ്ങൾക്ക് വിസയും അതുപോലെ തന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് സംബന്ധമായ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരിക. നിങ്ങളുടെ ട്രാവൽ എല്ലാം ശരിയാക്കുന്ന അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണ് പ്രവേശനം. ക്വാളിറ്റിയുള്ള ഈ യൂണിവേഴ്സിറ്റി പ്രവേശനം നേടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. 9001900156 എന്നാണ് ഈ നമ്പർ. ഒന്നുകൂടി പറയാം, 9001900156. അതല്ലെങ്കിൽ 8000800120 എന്ന നമ്പറിൽ വിളിച്ചാലും മതി. അപ്പോൾ ഇപ്പോൾ തന്നെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നിങ്ങൾ വിളിച്ചാൽ അങ്ങേ തലയ്ക്കൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. അതേസമയം എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. ഈ രാത്രി മഴയിൽ, കഠിനമായ മഴയിൽ കുതിർന്ന് കിടക്കുകയാണ്. മാത്രമല്ല കടുത്ത മഴ പെയ്യുന്നു. ആ തകർത്ത് കാറ്റും അടിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല രാത്രി. ഗുഡ് നൈറ്റ്.